ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് KineMaster എന്ന ആപ്ലിക്കേഷനെക്കുറിച്ചാണ്. പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് പഠിച്ചെടുക്കാനും ഉപയോഗിക്കാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കൂടാതെ നമ്മുടെ വീഡിയോസിന് ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടുന്നു. സമയം കളയാതെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. KineMaster ഇൻസ്റ്റാൾ ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ അത് ലഭ്യമാണ്. അവിടെ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഐക്കൺ നിങ്ങളുടെ സ്ക്രീനിൽ വരുന്നതാണ്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനുകളാണ് ഒന്നിനു പുറകെ ഒന്നായി കാണുന്നത്. വീഡിയോ ഉണ്ടാക്കാനായി പ്ലസ് എന്ന സൈനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. 3 റേഷ്യോയിൽ ആദ്യത്തേത് യൂട്യൂബ് വീഡിയോസിനുള്ളതാണ്, രണ്ടാമത്തേത് മൊബൈലിനും, മൂന്നാമത്തേത് സ്ക്വയർ സ്ക്രീനിനുള്ളതുമാണ്. ഞാൻ 1:1 റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതാണ് KineMaster ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ സ്ക്രീൻ. മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസും വീഡിയോസും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അത് ആഡ് ചെയ്യപ്പെടുകയും ഈ ബ്ലാങ്ക് സ്ക്രീനിൽ അത് മൂവിംഗ് വീഡിയോസായി കാണാവുന്നതുമാണ്. ഇനി ഒരു വീഡിയോ ഉണ്ടാക്കി നോക്കാം. മീഡിയയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും ഇവിടെ കാണാവുന്നതാണ്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ആദ്യമായി ഞാൻ കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്യുകയാണ്. അതുപയോഗിച്ച് നമുക്ക് എങ്ങനെ വീഡിയോ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓരോ ഫോട്ടോയിലായി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് താഴെ ആഡ് ചെയ്യപ്പെടുന്നതായി കാണാം. ആവശ്യമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് കോർണറിലുള്ള റൈറ്റ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ റൺ ചെയ്ത് നോക്കാം. വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനും അതേ ബട്ടൺ തന്നെയാണ് പ്രസ് ചെയ്യേണ്ടത്. ഫോട്ടോ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഫുൾ സ്ക്രീൻ അല്ലെന്ന് കാണാം. ഫുൾ സ്ക്രീൻ ആക്കാനായി ലെഫ്റ്റ് കോർണറിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ആസ് ലെയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അതേ ഫോട്ടോ ഒരു ലെയറായി നേരത്തെയുള്ള ഫോട്ടോയുടെ മുകളിൽ വരുന്നതായി കാണാം. ഈ ലെയറിനെ 2 തരത്തിൽ സ്ക്രീൻ ഫുൾ ആക്കാവുന്നതാണ്. ഒന്ന്, നമ്മുടെ 2 ഫിംഗർ ആ ലെയറിൽ വെച്ച ശേഷം എക്സ്പാൻഡ് ചെയ്യുക. അല്ലെങ്കിൽ സിസറിൻ്റെ അടുത്തുള്ള റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്ത് വൈറ്റ് ബോക്സ് സെലക്ട് ചെയ്യുക. ഫോട്ടോ ഫുൾ സ്ക്രീൻ ആകുന്നതായി കാണാം. ഫുൾ സ്ക്രീൻ അല്ലാത്ത മറ്റ് ഫോട്ടോസും ഇതുപോലെ ചെയ്യുക. അടുത്തതായി നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. റൈറ്റ് സൈഡിൽ കാണുന്ന ഓഡിയോ ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ മ്യൂസിക് തിരഞ്ഞെടുക്കുക. മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പാട്ടുകളും ഇവിടെ ലഭ്യമാണ്. പാട്ട് കേട്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇവിടെയുണ്ട്. ഓഡിയോയുടെ റൈറ്റ് സൈഡിലുള്ള പ്ലസ് സൈൻ ആഡ് ചെയ്യാനുള്ളതും അതിന് ശേഷമുള്ളത് കേൾക്കാനുള്ളതുമാണ്. ഞാനൊരു മ്യൂസിക് ആഡ് ചെയ്യുകയാണ്. ഇനി വീഡിയോ റൺ ചെയ്ത് നോക്കാം. മീഡിയം ലെയറായി സെലക്ട് ചെയ്യുന്നതുകൊണ്ട് വേറെയും ചില ഉപയോഗങ്ങളുണ്ട്. ഒരു സ്ക്രീനിന് മുകളിലായി എത്ര വേണമെങ്കിലും ഫോട്ടോസ് ലെയറായി ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ലെയറായി സെലക്ട് ചെയ്ത ഫോട്ടോയെ നമുക്ക് സ്ക്രീനിന് മുകളിലൂടെ മൂവ് ചെയ്യിക്കാനും അതുപോലെ റൊട്ടേറ്റ് ചെയ്യിക്കാനും വലുതും ചെറുതുമാക്കാനും ഒക്കെ കഴിയുന്നു. അടുത്തതായി ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനായി ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആവശ്യാനുസരണം ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റിന് പലതരം അനിമേഷൻ ഇഫക്റ്റുകൾ കൊടുക്കാൻ പറ്റും. 3 അനിമേഷനാണുള്ളത്: ഇൻ അനിമേഷൻ, ഓവറോൾ അനിമേഷൻ, ഔട്ട് അനിമേഷൻ. ഇൻ അനിമേഷൻ ആദ്യം ടെക്സ്റ്റ് എങ്ങനെ സ്ക്രീനിൽ വരണമെന്ന് കാണിക്കാനുള്ളതാണ്. നിരവധി അനിമേഷൻ ഇഫക്റ്റുകൾ ഇവിടെ ലഭ്യമാണ്. ഓവറോൾ അനിമേഷൻ ടെക്സ്റ്റ് സ്ക്രീനിൽ എങ്ങനെ നിൽക്കണം എന്നത് കാണിക്കാനാണ്. അതുപോലെ ഔട്ട് അനിമേഷൻ ടെക്സ്റ്റ് സ്ക്രീനിൽ നിന്ന് എങ്ങനെ പോകണമെന്ന് കാണിക്കാനാണ്. വീഡിയോ ഒന്ന് റൺ ചെയ്ത് നോക്കാം.
വീഡിയോ സേവ് ചെയ്യാനായി ലെഫ്റ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ വീഡിയോ. ഇതിന് ഒരു പേര് കൊടുക്കാം. ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അൺടൈറ്റിൽഡ് 1ൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇഷ്ടമുള്ള പേര് കൊടുക്കുക. പേര് വന്നിട്ടുണ്ട്. ഇവിടെ 4 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആദ്യത്തേത് റൺ ചെയ്യിക്കാനും, രണ്ടാമത്തേത് സേവ് ചെയ്യാനും, മൂന്നാമത്തേത് കോപ്പി ചെയ്യാനും, നാലാമത്തേത് ഡിലീറ്റ് ചെയ്യാനുള്ളതുമാണ്. സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ ഗാലറിയിൽ സേവ് ആകുന്നു. ലോ ഹൈ റെസൊല്യൂഷൻ നമ്മുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ഹൈ റെസൊല്യൂഷനിൽ എടുക്കുക. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാണ്. ഗാലറിയിൽ ചെന്ന് നോക്കാം. ഗാലറിയിൽ വന്നിട്ടുണ്ട്. റൺ ചെയ്ത് നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വരും വീഡിയോകളിൽ കൂടുതൽ ഫീച്ചറുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. നന്ദി, നമസ്കാരം.